പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ കർത്താവേ. എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോവട്ടെ. ബന്ധങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. വചനത്തിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ. ഉൽപ്പത്തി 1:2 ദൈവത്തിന്റെ ചൈതന്യം ജലത്തിന്റെ മീതെ ചലിച്ചതുപോലെ ഈ നിമിഷങ്ങൾ മക്കളുടെ മേൽ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, 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 സ്തുതി. റബിയാന, 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 റബിയാന. റബിയ, 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 റബിയ. ഹലാബ, 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 ഹലാബ. ഹലാബ, ഹലാബ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, 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 സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇതാ ഈ മക്കളെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇതാ ശുശ്രൂഷ ഞങ്ങള് തുടങ്ങുന്നു. അമ്മേ, നിന്റെ വലിയ മധ്യസ്ഥം ഉണ്ടാകട്ടെ. നിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് ഈ മക്കളെ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ദാസന്റെ അപരങ്ങളുടെ പുറപ്പെടുന്ന ഓരോ വചനവും ഈ മക്കളുടെ ജീവിതത്തിന്റെ മേൽ ആത്മാവിന്റെ മേൽ അഭിഷേകമായിട്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അമ്മ, എല്ലാ തടസ്സങ്ങളെ അവിടെ നീക്കിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കുക. വലിയ ആഴപ്പെട്ട മാനസാന്തരങ്ങൾ, രോഗശാന്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇന്ന് ഈ ഗ്രൂപ്പിന്റെ മേൽ സംഭവിക്കാൻ വേണ്ടി അമ്മയെ അവിടുന്ന് മധ്യസ്ഥം വഹിക്കണമേ. വിശേഷ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശയൂദാത്ത ദിവസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവസഹായ പിള്ളയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിലെ സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മിഖായേല്, ഗബ്രിയേൽ, റഫായ ദൂതന്മാരുടെ വലിയ സംരക്ഷണവും കോട്ടയും ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. മക്കളെ ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായി നൽകപ്പെട്ടിരിക്കുന്നവൻ അവൻ ആരാണ്, എന്തായിരിക്കണമെന്ന് നമ്മൾ തിരുവചനത്തിലൂടെ ഒന്ന് കണ്ടെത്താനായിട്ട് പോവുകയാണ്. അതായത് മാമോദീസായുടെ സ്ഥൈര്യ ലേപനത്തിലൂടെ നമ്മുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അതേക്കുറിച്ച് ഒരു ബോധ്യമാണ് നമുക്ക് ഈ നിമിഷങ്ങളിൽ കർത്താവ് നൽകാനായിട്ട് പോകുന്നത്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തില് 28 മുതൽ 32 വരെയുള്ള വചനം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത് എങ്ങനെയാണ്? അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായിരിക്കുന്ന അടയാളങ്ങൾ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിന്റെ മഹത്വവും ഭയാനകവുമായ ദിനം ആകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവ് അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറൂസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും. കർത്താവ് വിളിക്കുന്നവർ അതിൽ ജീവിക്കും. ഈ വചനം നമുക്ക് അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതലുള്ള വചനത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. എന്നാൽ
ഏതാണ്ട് 620ഓളം വർഷങ്ങൾക്ക് മുൻപ്, സോറി അല്ല, 370ഓളം വർഷങ്ങൾക്ക് മുൻപ് ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് വൈദ്യം അരുളി ചെയ്ത വചനമായത്. അതാണ് പിന്നീട് യേശു ക്രിസ്തുവിന്റെ മരിച്ച് ഉയർത്തവൻ സ്വർഗത്തിലേക്ക് പോയതിന് ശേഷം അഭിഷേകമായി നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വർഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവ് തന്റെ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വരവിന് ശേഷം ഈ ആത്മാവിനെ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ മേൽ വർഷിച്ചു. അപ്പസ്തോലന്മാരും ആകുന്ന കൂട്ടായ്മയിലാണ് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വരവ്. അതിനുശേഷം അപ്പസ്തോലന്മാരാകുന്ന അടിത്തറയിൽ സഭ രൂപീകരിക്കപ്പെടുകയും ആ സഭയിലൂടെ ഈ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഇന്ന് ദൈവമക്കളിലേക്ക് പകർന്നു നൽകുന്നുണ്ട്. ആ പകർന്നു നൽകലാണ് കുദാശകൾ. 7 കുദാശകളുണ്ട്, വ്യത്യസ്തമായിരിക്കുന്ന 7 കുദാശകളാണ്. അതിനകത്ത് മാമോദീസായ തൈലലേപനം എന്ന് പറയുന്ന കുദാശയിലൂടെ നമ്മളിലെ ഉത്ഭവ പാപത്തെ കഴുകി മാറ്റിക്കൊണ്ട്, തൈലലേപനം എന്ന് പറയുന്ന കുദാശയിലൂടെ സഭയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ വീണ്ടും ജനിച്ച് ദൈവ ആത്മാവിന്റെ കൃപയാൽ നിറയപ്പെടുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. പിന്നീടാണ് അതിനോട് ചേർന്ന് വരുന്ന കുദാശകളാണ്. പല കുദാശകളുണ്ട്. കുമ്പസാരം എന്ന് പറയുന്ന കുദാശ നിന്നെ വിശുദ്ധീകരിക്കാൻ, പരിശുദ്ധ കുർബാന എന്ന് പറയുന്ന കുദാശ നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയൊരു അഭിഷേകത്തിന്റെ ശക്തി, ജീവൻ നിലനിർത്താൻ, വിവാഹം എന്ന് പറയുന്ന കുദാശ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളിയായിക്കൊണ്ട് ദൈവജനത്തിന് ജന്മം കൊടുക്കാൻ. അപ്പോ ഇങ്ങനെയുള്ള 7 കുദാശകൾ കർത്താവ് പോയ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ കുദാശകളിലൂടെ ഈ ആത്മാവിന്റെ ഒരു ഉജ്ജ്വലനം നമുക്ക് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ആത്മാവ് കൊണ്ടും നിറഞ്ഞിരിക്കുന്ന മക്കളായിരിക്കുന്ന നാം ഓരോരുത്തരും എന്തായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് കർത്താവ് നമുക്ക് ഗലാത്യർ പുസ്തകം 5-ാം അധ്യായം 22-23 തിരുവചനം, ഗലാത്യർ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 22-23 വചനത്തിലൂടെ നമുക്കൊരു വലിയൊരു അഭിഷേകം കർത്താവ് നൽകിയ. അതാണ് എന്തെന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ. 1 സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവും ഇല്ല. അപ്പോൾ 22-23 വചനത്തിലൂടെ കർത്താവ് ആത്മാവിൽ ജനിക്കുന്നവൻ ഈ ഫലം കൊണ്ട് നിറയുന്നവനായിരിക്കും. അവന് ഈ ഫലം പുറപ്പെടണം. അവനിൽ നിന്ന് ഈ ഫലം പുറപ്പെടണം. അപ്പൊ ദൈവം വചനത്തോട് നമ്മൾ കാണുന്നുണ്ട്. അവൻ വചനമാകുന്ന വിത്ത് വിതച്ചപ്പോൾ അത് കുറച്ച് പാറപ്പുറത്ത് വീണു, കുറച്ച് വഴിയരികിൽ പോയി, വേറെ ചിലത് മുള്ളിനും ഞെരിഞ്ഞുകളുടെ ഇടയ്ക്ക് വീണു. എന്നാല് നല്ല നിലത്ത് വീണതുണ്ട്. നല്ല നിലത്ത് വീണതിനെ കർത്താവ് 30, 60, 100 മേനിയായിട്ട് പരിപോഷിപ്പിച്ചു. അപ്പോൾ ഓരോ വ്യക്തിയുടെ സാഹചര്യം അവന്റെ കഴിവനുസരിച്ചാണ് അത് 30 മേനിയും 60 മേനിയും 100 മേനിയുമായി അത് പ്രതിഫലിപ്പിക്കുന്നത്. നമുക്കറിയാം, കർത്താവ് 3 വ്യക്തികൾക്ക്, ഒരുത്തർ 10 നാണയവും, ഒരു വ്യക്തിക്ക് 5 നാണയവും, ഒരു വ്യക്തിക്ക് 1 നാണയവും കൊടുക്കുന്നു. കർത്താവ് അതുകൊണ്ട് പോയി നിങ്ങൾ വ്യാപാരം ചെയ്യുക പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഈ വ്യക്തി തിരിച്ചു വരുന്ന സമയത്ത് അവരെ വിളിച്ചു കൂട്ടിയേച്ച് ചോദിച്ചു. ആ 10 കിട്ടിയവൻ എന്ത് ചെയ്തു? യജമാനെ, ഞാൻ 10 ബിസിനസ് ചെയ്ത് അത് 20 വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവൻ രാജാവായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ രാജാവ് അവരോട് കൽപ്പിക്കുകയാണ്, നിനക്ക് ഞാൻ 20 ദേശങ്ങളുടെ മേൽ അധികാരം നൽകിയിരിക്കുന്നു. മറ്റൊരു വ്യക്തിയുണ്ട്, അവനാണ് 5 കൊണ്ട് വന്നിരിക്കുന്നവൻ. 5 കൊണ്ട് പോയവൻ എന്ത് ചെയ്തു? ഞാനത് 10 വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിനക്ക് 10 ദേശങ്ങളുടെ മേൽ അധികാരം ഉണ്ടാവട്ടെ. അവസാനം
ഒരെണ്ണം കിട്ടിയവൻ അടുക്കൽ കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. അവൻ വന്നു കഴിയുമ്പോൾ, യജമാന്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ അവൻ പറയാണ്, ഇതാ നീ കർക്കശക്കാരനും ദുഷ്ടനുമാണ് എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ ഇത് തിരിച്ചു ചോദിക്കും വന്നു കഴിയുമ്പോൾ, അതുകൊണ്ട് നീ എനിക്ക് എതിരെ ശിക്ഷ നൽകും, അതുകൊണ്ട് ഇതാ ഞാൻ അത് മണ്ണിൽ കുഴിച്ചിട്ടു അത് നിനക്ക് തന്നിരിക്കുന്നു. അതവനെ തിരിച്ചു കൊടുക്കുക. അപ്പോൾ രാജാവ് അവന്റെ മേൽ ദേഷ്യപ്പെട്ടുകൊണ്ട് ക്രോധത്തോടെ പറയാണ്, ആ ഒന്നവനിൽ നിന്ന് എടുത്തു മാറ്റി 20 കൊടുക്കാൻ. എന്നിട്ട് അവനെ എന്ത് ചെയ്യാണ്? തടവറയിലേക്ക് കൊണ്ടുപോയി ബന്ധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പൊ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിധിയാണിത്, ആത്മാവിന്റെ ഫലങ്ങൾ. അപ്പോൾ ഈ ഫലങ്ങൾ നിന്റെ കഴിവനുസരിച്ച് നീ പ്രകടിപ്പിക്കുന്ന വ്യക്തിയായിട്ട് മാറണം, അതിന്റെ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. അപ്പോൾ ആത്മാവിന്റെ ഫലമുള്ള ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ കൊണ്ട് നയിക്കപ്പെടുന്ന വ്യക്തി. ഈ ഒരു ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ആത്മാവിന്റെ ഫലം കൊണ്ട് നിറയുന്ന വ്യക്തി. ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹിക്കാൻ കഴിവുള്ളവനായിരിക്കും, ആനന്ദിക്കുന്നവനായിരിക്കും, എല്ലാ കാര്യങ്ങളും ആനന്ദം കണ്ടെത്താൻ പറ്റുന്നവന്, സമാധാനമുള്ള വ്യക്തി, പെട്ടെന്ന് ക്രോധമോ ദേഷ്യമൊന്നും ഉണ്ടാവില്ല, ക്ഷമയുള്ള വ്യക്തിയായിരിക്കും, ദയുള്ള വ്യക്തിയായിരിക്കും, നന്മ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അവന് വിശ്വസ്തതയുള്ളവനാണ്, സൗമ്യനാണ്, ആത്മസംയമനം പാലിക്കുന്നവനാണ്. അപ്പോൾ ഇതാണ് ആത്മാവിന്റെ ഫലമുള്ള ഒരു വ്യക്തി. ഇവനിൽ നിന്നാണ് ഏറെ ഫലം പുറപ്പെടുവിക്കുന്നത്. അപ്പം ഈ ആത്മാവിനെ നൽകിയപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിലൊക്കെ എന്തുണ്ട്? ഈ ആത്മാവിന്റെ ഫലവും കർത്താവായ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഫലത്തെ കണ്ടെത്തുന്നില്ല. ആ ഫലം, നമ്മളിലുള്ള ഫലത്തെ ഒന്ന് പരിപോഷിപ്പിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. കാരണം നമ്മൾ എവിടെയാണ്? ലോകത്തിലും ലോകത്തിന്റെ വ്യഗ്രതയിലുമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ആത്മാവിനെ നിറച്ച് ആത്മാവിന്റെ ഫലം നമുക്ക് നൽകിയിരിക്കുന്ന കർത്താവായ ദൈവം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വചനം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയാണ്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. വളരെ ശക്തമായിരിക്കുന്ന ഒരു വചനമാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ എന്നെ അല്ല തെരഞ്ഞെടുത്തിരിക്കുന്നത്, പിന്നെയോ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുപ്പിന്റെ അടയാളമാണ് നിനക്ക് ആത്മാവിനെ നൽകപ്പെട്ടിരിക്കുന്നത്. ഈ ആത്മാവിന്റെ ഫലങ്ങളും അവിടുന്ന് നിക്ഷേപിച്ചിട്ടുണ്ട്. ആത്മാവിന്റെ ഫലങ്ങളും അവർ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ആത്മാവിനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നൽകിയിട്ട് പറയാണ്, ഈശോ പറയാണ്, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുവിൻ. ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കുവിൻ. എന്നിട്ട് പറയാണ്, എന്തിനാണ് ഈ ഫലം പുറപ്പെടുവിക്കാൻ ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് നൽകും. അപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ആത്മാവിന്റെ ഫലങ്ങളിൽ നിന്ന് നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കാത്തത് കൊണ്ട് നമ്മൾ ചോദിക്കുന്നതിന് നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. നമ്മൾ ചോദിക്കും, നമുക്ക് ലഭിക്കാതെ പോകുന്നു, അല്ലെ? വചനം പറഞ്ഞതാണ്, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അവിടെയാണ് ഫലം പുറപ്പെടുവിക്കുന്നതിന്, ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിക്ക്, ഫലത്തിൽ നിലനിൽക്കുന്ന വ്യക്തി കർത്താവിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തും കിട്ടും. അപ്പോൾ എൻ്റെ ദൈവമക്കളെ, നമ്മൾ ഒരുപാട് നിയോഗങ്ങളൊക്കെ കർത്താവിന്റെ മുമ്പിൽ വെക്കുമ്പോഴും ഈ ഒരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം.
ഞാൻ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയല്ല എങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവും ചോദിക്കുന്ന കാര്യം നമുക്ക് കിട്ടാതെ വരും. അതുകൊണ്ട് മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാവിൽ നിറഞ്ഞ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. വചനത്തിലൂടെ കർത്താവ് നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു വെച്ച കാര്യമാണ്. അതിനകത്ത് വലിയ തിയോളജികളൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു ഫലം പുറപ്പെടുവിക്കുന്ന ഒരു കൃപ നമ്മളിലേക്ക് ഒഴുകി വരണം. ഒരു നിമിഷം മക്കളെ നമുക്കൊന്ന് കണ്ണുകൾ അടച്ചു നോക്കിക്കേ, നമ്മുടെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി വന്നേ. ഈ ആത്മാവിന്റെ ഫലം എന്നിലുണ്ടോ? സ്നേഹം, അത് നൈമിഷികമായിരിക്കുന്ന സ്നേഹമല്ല, ആഴപ്പെട്ട സ്നേഹം എന്നിലുണ്ടോ? എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ മക്കളോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ സുഹൃത്തുക്കളോട്, ഇവരോടൊക്കെ എനിക്ക് ആഴപ്പെട്ട ഒരു സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പോൾ അത് പ്രകടിപ്പിക്കാനൂടെ പറ്റണം. അതുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം കൂട്ടം പറയണം. ആനന്ദമുള്ള വ്യക്തിയാണ്. എനിക്ക് സദാ ആനന്ദിക്കാൻ സാധിക്കും. ആത്മാവ് ഉള്ളിലുള്ളപ്പോൾ അവന്റെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരിക്കും, അവൻ ആനന്ദം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അവൻ ചെയ്ത ഓരോ പ്രവൃത്തികളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന കണ്ടു കഴിയുമ്പോൾ, അവന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്ന കണ്ടു കഴിഞ്ഞുകൊണ്ട് അവൻ ആനന്ദിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണോ? അനുഗ്രഹങ്ങളിൽ മാത്രമല്ല, ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അതൊരു പക്ഷേ എന്നെ വിശുദ്ധീകരിക്കാനോ അല്ലെങ്കിൽ എനിക്കൊരു പുതിയ ബോധ്യം നൽകുന്നതിനോട് അല്ലെങ്കിൽ ഒരു പുത്തൻ അഭിഷേകം നൽകുന്നതിന് വേണ്ടിയോ ദൈവം അനുവദിച്ചതാണ് എന്നുള്ളൊരു ബോധ്യം ഉള്ളിൽ ഉദിച്ചുകൊണ്ട് എനിക്ക് ആനന്ദിക്കാൻ സാധിക്കണം. അപ്പോൾ ഇങ്ങനെ ആനന്ദിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നന്മയുള്ളപ്പോഴും പ്രതിസന്ധികളുള്ളപ്പോഴും ദൈവത്തിൽ ആനന്ദിക്കുന്ന വ്യക്തിയാണോ ഞാൻ എന്ന് ചിന്തിക്കുക. അതാണ് സമാധാനം. എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രതിസന്ധികളും ഉണ്ടായാലും എൻ്റെ മനസ്സ് കരുതും, എനിക്ക് സമാധാനമുണ്ട്. കാരണം എനിക്കൊരു പ്രത്യാശയുണ്ട്. എന്റെ ദൈവം അറിയാണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ആ ദൈവത്തിന് ഇതെടുത്തു മാറ്റാനായിട്ടൊന്നും അധികം സമയം വേണ്ട. ഇതൊരു പക്ഷേ ഒരു തിന്മയുടെ പ്രവർത്തനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒക്കെ ആയിരിക്കും. അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സമാധാനം എപ്പോഴും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലാതെ പൊട്ടിത്തെറിച്ച് ചീത്ത വിളിച്ച് മറ്റുള്ളവർക്ക് മുറിവേൽപ്പിച്ച് തൊട്ടതിനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണോ? അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തിക്ക് സമാധാനമില്ല. അടുത്തതാണ് ക്ഷമ. എല്ലാ കാര്യത്തിലും ക്ഷമയുള്ളവനായിട്ട് മാറും. നിന്റെ സഹോദരനോട്, നിന്റെ ജീവിത പങ്കാളിയോട്, നിന്റെ മക്കളോടൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അവരോട് നിരുപാധിക ക്ഷമിക്കാൻ സാധിക്കും. കർത്താവായ ഈശോ കാൽവരി കുരിശിൽ കടന്നുകൊണ്ട് ക്ഷമിച്ചതുപോലെ എൻ്റെ മക്കളെ നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു കൃപയുണ്ടോ? ഏത് പ്രശ്നത്തെയും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ ക്ഷമയുള്ള ഒരു വ്യക്തിയാണ്. ആത്മശോധന ചെയ്ത് നോക്കുക. ദയയാണ്. മറ്റുള്ള മക്കളെ കണ്ടു കഴിയുമ്പോൾ, വേദനിക്കുന്നവരെ കണ്ടു കഴിയുമ്പോൾ, രോഗികളെ കണ്ടു കഴിയുമ്പോൾ, ദരിദ്രരെ കണ്ടു കഴിയുമ്പോൾ, അംഗവൈകല്യമുള്ളവരെ കണ്ടു കഴിയുമ്പോൾ, മാനസിക രോഗികളെ കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു ദയ അവരോട് തോന്നാറുണ്ടോ? ഒരു വ്യക്തിയുടെ തകർച്ച കണ്ടു കഴിയുമ്പോൾ സന്തോഷിക്കാതെ ആ മനുഷ്യന് വേണ്ടി ദയ തോന്നിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിയാണോ? അപ്പോൾ അങ്ങനെ ദയ നമുക്കുള്ള ഒരു വ്യക്തിയാണോ എന്ന് ആത്മശോധന ചെയ്യട്ടെ. നന്മ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ കഴിവനുസരിച്ച് നന്മ ചെയ്യാനായിട്ട് പറ്റും. പണം കൊടുത്ത് സഹായിക്കാമെന്ന് മാത്രമല്ല, പ്രാർത്ഥിച്ചുകൊണ്ടും ഒന്ന് കണ്ട് എൻ്റെ അതരങ്ങളിൽ പുറപ്പെടുന്ന ഒരു വാക്ക് അവനൊരു ആശ്വാസമാകത്തക്ക വിധത്തില് അവനെ ഒന്ന് സന്ദർശിച്ച് അവനെ ഒന്ന് തലോടാനായിട്ടൊക്കെ സാധിക്കുമ്പോൾ അവനില് അങ്ങനെയുണ്ടോ? നമ്മൾ നന്മ നമ്മളിലുള്ള ഒരു വ്യക്തിയാണോ? അടുത്തതാണ് വിശ്വസ്തത. എല്ലാ കാര്യത്തിലും സത്യസന്ധതയുള്ള വ്യക്തിയാണ്. ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? ചിന്തിച്ചു നോക്കണം. അതില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആത്മാവിന്റെ ഫലങ്ങൾ നമുക്കില്ലാതെ തിരിച്ചറിയാം. അടുത്തതാണ് സൗമ്യത. എല്ലാ കാര്യത്തിലും ഒരു സൗമ്യത, ഒരു ശാന്തനായിരിക്കുന്ന മനുഷ്യൻ. എല്ലാത്തിനും ഒരു ശാന്തതയുണ്ട്, നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. ശാന്തതയുള്ളവന് കാഴ്ചപ്പാടുണ്ടാവും. ഇതിനെ അതിജീവിക്കാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ വരുംവരായികൾക്കൊക്കെ ചിന്തിക്കാനായിട്ട് സാധിക്കും സൗമ്യതയുള്ള വ്യക്തിക്ക്. അടുത്തതാണ് ആത്മ സംയമനം. ആത്മാവിനെ നിയന്ത്രിക്കുന്ന വ്യക്തി.
വികാരങ്ങളെ നിയന്ത്രിക്കുന്ന വ്യക്തി. നിയന്ത്രിക്കുന്ന ഈ ആത്മസമ്മേളനം എന്ന് പറയുമ്പോൾ മക്കളെ നമ്മൾ ഓർക്കേണ്ടത് പരിശുദ്ധാത്മാവ് അല്ല കേട്ടോ, എന്നിൽ കുടികൊള്ളുന്ന ജീവനാകുന്ന ആത്മാവ്. ആ ആത്മാവ് പ്രശസ്തമാണ്, അതാണ് അതിന്റെ ശരീരത്തോട് പ്രകടമാണ്. അപ്പൊ ഈ ആത്മാവിൽ എനിക്കൊരു സംയമനം പാലിക്കാൻ പറ്റുന്ന വ്യക്തിയാണ്. ഏത് പ്രശ്നത്തെയും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാനായിട്ട് ഈ ആത്മാവ് സജ്ജമാകണം. അപ്പോഴേ ഈ ആത്മാവ് ശാന്തമാകത്തുള്ളൂ, അല്ലെങ്കിൽ ഈ ആത്മാവ് പ്രശസ്തമാണ്. അത് പ്രശ്നങ്ങളിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആത്മാവിന്റെ ഫലമുള്ള ഒരു വ്യക്തിയാണോ ഞാൻ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് വരട്ടെ. ഈ ആത്മാവിന്റെ ഫലങ്ങൾ ഉണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനുണ്ട്. ആരുടെ നാമത്തിൽ? ഈശോയുടെ നാമത്തിൽ. ഇതൊക്കെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ്. ഈശോയുടെ നാമത്തിൽ നീ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിനക്ക് കിട്ടും. അല്ല എങ്കിൽ ഒരു അടിവരയിടുക, എല്ലാം കിട്ടില്ല. കേട്ടോ, കിട്ടില്ല. മറ്റൊന്നുകൂടി അതിനകത്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ ആത്മാവിന്റെ ഫലങ്ങൾ ഇല്ലാതെ പുഷ്ടി പ്രാപിക്കുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ടേ. അപ്പോൾ ഈ പുഷ്ടി പ്രാപിക്കുന്ന വ്യക്തിക്ക് ഈ സമ്പത്തായിരിക്കാം, ചിലപ്പോൾ മറ്റു ഭൗതിക മേഖലയായിരിക്കാം, ഒരുക്കി കൊടുക്കുന്നവൻ ആരാണെന്നൂടെ ആത്മശോധന ചെയ്യണം. അത് തിന്മയുടെ സ്വാധീനമായിരിക്കുന്ന സാത്താന. അത് നിലനിൽക്കില്ല. അനേകരെ ആകർഷിക്കാൻ, അനേകരെ അവന്റെ കൂട്ടായ്മയിലേക്ക് ചേർക്കാൻ വേണ്ടി ഈ തിന്മയായിരിക്കുന്നവൻ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് കൂടി ഇതിന്റെ മറുവശം ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇന്ന് പല ആൾക്കാരും പറയുന്നു, കർത്താവിന്റെ പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, മറ്റുള്ളവരൊക്കെ ആവുമ്പോൾ ഇങ്ങനെ എന്തോ ഇതുണ്ടാകുന്നു, അതുകൊണ്ട് അവൻ എങ്ങനെയാണ് പ്രാപിച്ചത്? അപ്പൊ ആ വഴിക്ക് അങ്ങോട്ട് തിരിയാണ് പതുക്കെ. ആ വഴിയിലേക്ക് അവൻ തിരിയുക. ചിലപ്പോൾ ആഭിചാരകർമ്മമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവൃത്തികളാകാം, അല്ലെങ്കിൽ എന്നെ പരീക്ഷയാവാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ കുരിശിലമായിരിക്കുന്ന മാർഗത്തിലൂടെ എന്താണ് സ്വരൂപിക്കുന്ന ഈ ലോകത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഭൗതിക സമ്പത്തിന്റെ മേഖല കുത്തിപ്പെടുത്തണം. അതിനുവേണ്ടി ആര് കൊണ്ടുപോകും? സാത്താൻ കൊണ്ടുപോകുമെന്ന് പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്നലെ ഒരു ശുശ്രൂഷയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സമയത്ത് നേരത്തെ മുതൽ പരിചയമുള്ള ഒരു സഹോദരൻ, അവനൊരു ആക്സിഡന്റ് പറ്റി നടുവിന്റെ ഹിപ്പിന്റെ ഭാഗത്തിന് പ്രശ്നമുണ്ടായി, ഓപ്പറേഷനൊക്കെ ചെയ്ത കാലുമൊക്കെ പ്രശ്നമായിട്ട് ഇരിക്കുക. പുള്ളി മകനെ ഒന്ന് കാണാനായിട്ട് ചെന്ന സമയത്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോ ഈ മനുഷ്യന് അന്നേരം പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളവിടെ വന്ന് നന്നായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറയുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾ അവിടെ വചനത്തിന്റെ ചില ഭാഗങ്ങള് അവിടെ എടുത്തു വെച്ചുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കുകയും ചർച്ചകൾ നടക്കുക. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ നേരം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മകനുണ്ട്, അവന്റെ ഭാര്യയുണ്ട്, ഞങ്ങൾ വേറെ ഒരു 3 പേരുണ്ട്. ആദ്യം ഞങ്ങൾ 2 പേര് ചെന്നു, അത് 4 പേര്. ആദ്യം ഞങ്ങൾ 2 പേര് ചെന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ 2 പേരുടെ വന്നു. കൗൺസിലിംഗ് കൊടുക്കുന്ന എന്റെ കൂടെ ശുശ്രൂഷയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ കൂടെയാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ കൂടി, ഞങ്ങള് 4 പേരും ഈ കക്ഷിയുണ്ട്. ഞങ്ങളിങ്ങനെ വചനത്തിന്റെയും കുറെ ഉൾക്കാഴ്ചകളൊക്കെ ഇങ്ങനെ പങ്കുവെച്ച് അത് കഴിച്ച് മകന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ മകന്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് അവനങ്ങ് തോന്നുക. കാലിനൊക്കെ ഉണ്ടായിരുന്ന വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാകുന്നു. ചെറുതായിട്ട് നടക്കാനായിട്ടുള്ള ഒരു കൃപ കിട്ടി. അത് കഴിച്ചാൽ പറഞ്ഞ ഒരു കാര്യം ഇതാ, എന്റെ പൊന്നു സാറേ, മനസ്സിനൊരു വല്ലാത്ത ഭാരങ്ങൾ നീങ്ങി എനിക്ക് ദൈവത്തിലൊന്ന് ആനന്ദിക്കാനായിട്ട് പറ്റും. എനിക്ക് ദൈവത്തില് ഒന്ന് ആനന്ദിക്കാനായിട്ട് പറ്റുന്നു. കാര്യം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ജവമാന ചെല്ലുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എന്തോ ഒരു മന്ദത എന്നിലുണ്ടായിരുന്നു. പക്ഷെ അതങ്ങ് എടുത്തു മാറ്റി എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം എനിക്ക് അനുഭവിക്കാണ്ട് പറ്റും. ഒരു വലിയ വിടുതൽ കിട്ടിക്കൊണ്ട് അപ്പൊ ആ വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി കൃപ വർഷിക്കപ്പെടാൻ തുടങ്ങിയപ്പോഴാണ്, ആത്മാവിന്റെ ഫലങ്ങള് അവിടെ നിന്ന് ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ മകനിലേക്ക് ഈ ഒരു അഭിഷേകത്തിന്റെ ശക്തി കടന്നു വന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ പറയുകയാണ്. ഏശയ്യാ പ്രവാചകൻ 11:2, കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ആവസിക്കും, കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ഉപദേശത്തിന്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവിടെ പറയാണ്,
കർത്താവിന്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ് എന്റെ മേൽ ആവസിക്കും, എന്റെ മേൽ വന്ന് ആവസിക്കും, എന്റെ മേൽ വന്ന് ആവസിക്കുകയാണ് പരിശുദ്ധാത്മാവ്. ഓ, ആവാസവും കടന്നുവരലും ഒക്കെ ആയിട്ട് വ്യത്യാസമുണ്ട്. ആവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി നിറയപ്പെടുകയാണ്. പൂർണ്ണമായിട്ട് നമ്മളെ അങ്ങോട്ട് എന്തെടുക്കുകയാണ്? ഈ ആത്മാവ് അങ്ങ് ഏറ്റെടുക്കുക. ഇത് ആവാസം. അവിടെ പറയാണ് കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ആവസിക്കും. അന്ന് പറയാണ് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവാണത്. എന്നിട്ട് പറയാണ് ഉപദേശത്തിന്റെ ശക്തിയുടെയും ആത്മാവ്, അറിവിന്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. ഈ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ ഒരു അഭിഷേകമാണ്. ഈ ആത്മാവിന്റെ അഭിഷേകം നമുക്കുണ്ട്. പലപ്പോഴും നമുക്കതിനെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അതിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവിന്റെ ഉന്നതമായിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മേൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ, നമ്മുടെ മേൽ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവ് പറയുന്ന ശക്തമായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വചനമാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വചനമാണ്. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. അതായത് അണ്ടവും ബീജവും സംയോജിച്ച ഒരു ജീവൻ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ആരെ? നമ്മെ ഓരോരുത്തരെയും ദൈവം അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. എന്തിനു വേണ്ടിയാ വിശുദ്ധീകരിച്ച്? ജനതകൾക്ക് പ്രവാചകനായി നിന്നെ ഞാൻ നിയോഗിച്ചു. ഇത് ജെറമ്യായോട് പറയുന്ന കാര്യമാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, മാമോദീസയെ സൈനികരെ സ്വീകരിച്ച എല്ലാ വ്യക്തിയിലും ഇത് നിറവേറ്റപ്പെട്ട് കഴിഞ്ഞു. അതാണ് അതിനകത്ത് വ്യത്യാസം. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. കർത്താവ് പറയാണ്, നമ്മുടെ ശൈശവകാലത്തെ കാര്യമല്ല. നീ വളർന്നു വന്നു കഴിയുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ അയക്കുന്നിടത്തേക്ക്, ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം. ദൈവം പറയാണ്, നമ്മളോട് പറയാണ്, ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ പോകണം, ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം. ദൈവം കൽപ്പിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങൾ നീ പറയണം. എന്നിട്ട് പറയാണ്, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതാ പറയാണ്, നിങ്ങൾ ആരെ ഭയപ്പെടണ്ടെന്നേ, നിങ്ങൾ ആരെ ഭയപ്പെടണ്ട, നിന്റെ രക്ഷയ്ക്ക് ഞാൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവാണ് ഇത് പറയുന്നത്, കർത്താവാണ് ഇത് പറയുന്നത്. ഇത് ജെറമ്യായോട് പറഞ്ഞു കഴിഞ്ഞാലും ഈ ജെറമ്യ ഒരുപാട് സഹനത്തിന്റെ പ്രവാചകനാണ് കേട്ടോ. ഈ ജെറമ്യ ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായി, ഒരുപാട് പീഡനങ്ങൾ, രക്തസാക്ഷിയാകേണ്ട വന്നു. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നിന്റെ കൂടെയുണ്ടൊക്കെ എല്ലാം നിനക്ക് നല്ല സ്മൂത്തായിട്ട്, എല്ലാ അനുഗ്രഹമായിട്ട്, സന്തോഷമായിട്ട് പോകും. നല്ല അതിന്റെ അർത്ഥം. ഇത് നീ പറയുമ്പോൾ എന്തുണ്ട്? നിനക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവും, തിന്മയുടെ ആധിപത്യം കുടികൊള്ളുന്നവർ. നീ അവിടെ ഭയപ്പെടണ്ട. ഒരുപക്ഷെ നിനക്ക് അവിടെ രക്തസാക്ഷിത്വം വഹിക്കേണ്ട വന്നു കഴിഞ്ഞാലും നിന്റെ ആത്മാവ് നിത്യമായിരിക്കുന്ന രക്ഷയിലേക്ക് കടന്നു വരും. എന്നിട്ട് പറയാണ്, അനന്തരം കർത്താവ് കൈ നീട്ടി അവന്റെ അതരംഗത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. ഇതാ എന്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെ രാജ്യങ്ങളുടെ മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, വചനം മാംസമായി ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ ജീവദാതാവായി തീർന്നു. അവന്റെ തന്നെ ജീവനാകുന്ന ആത്മാവിനെ പരിശുദ്ധാത്മാവിനോട് ചേർത്ത് നിന്റെ മേൽ വർഷിച്ചു കഴിഞ്ഞപ്പോൾ, സൈര്യത്തോടെ ആത്മാവിന്റെ മേൽ അഭിഷേകമായപ്പോൾ ഇതേ നിന്റെ മേൽ നിക്ഷേപിച്ചു കഴിഞ്ഞു വചനത്തെ, യേശു ക്രിസ്തുവാകുന്ന വചനത്തെ.
നിന്റെ മേൽ നിക്ഷേപിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. എന്തിനു Hallelujah. വേണ്ടി എന്തിനു വേണ്ടിയാ നിക്ഷേപിച്ചത് കർത്താവ് പറയുന്നില്ലേ? കർത്താവ് പറയുന്നതാണ് അല്ലേ, പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടു വളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെ മേൽ ഞാൻ നിന്നെ അവരോധിച്ചിരിക്കുന്നു. വലിയൊരു ദൗത്യമാണ് മക്കളെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്തുകൊണ്ട് വലിയൊരു ദൗത്യം നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ദൈവരാജ്യം പ്രസംഗിക്കാൻ. മാമോദിസ മുങ്ങിയിരിക്കുന്ന ദൈവജനം, തൈർലേപനത്തിൽ വീണ്ടും ജനിച്ചിരിക്കുന്ന ദൈവജനം, കുദാശകളിൽ ജീവിക്കുന്ന ദൈവജനം എന്ത് പ്രസംഗിക്കണം? ദൈവരാജ്യം പ്രസംഗിക്കണം. ഇതാ ജനതകളുടെ രാജ്യങ്ങളുടെ മേൽ നിന്നെ ഞാന് അവരോധിച്ചിരിക്കുക, അവകാശപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ പോയേ പറ്റൂ. നിങ്ങൾ അവിടെ ആയിരിക്കുമ്പോഴും അവിടെ നിനക്ക് ചെയ്യാനുള്ള വലിയൊരു ശുശ്രൂഷയാണ്. സിജോ ബ്രദർ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട വലിയൊരു ശുശ്രൂഷയായത്. നമ്മള് ഫലമുള്ളവനാണ് എന്ന് അറിയുന്നതിന്റെ അടയാളമായത്. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആത്മശോധന ചെയ്യുക മക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വചനത്തിലൂടെ പറയാണ്, റോമാക്കാർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ കർത്താവ് പറയാണ്, റോമ 10:12-13 വചനം, യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കും. എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അപ്പോ അവിടെ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും നീ എന്തിനെ കൊടുക്കണം? കർത്താവിനെ കൊടുക്കണം, ദൈവത്തിന്റെ വചനം കൊടുക്കണം. അവരെന്ത് ചെയ്യണം? കർത്താവിനെ തിരിച്ചറിഞ്ഞ് അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ പ്രാപ്തിയുള്ളവനാക്കി നമ്മൾ മാറ്റണം. അപ്പൊ ജർമ്മയുടെ പറഞ്ഞ കാര്യം ഓർക്കണം. അതാ നമുക്ക് നൽകിയ ദൗത്യം. എന്നിട്ട് കർത്താവ് പറയാണ്, എല്ലാവരുടെ മേൽ നീ ഇത് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാവരുടെ മേൽ അവന്റെ സമ്പത്ത് വർഷിക്കും. പത്രോസ്ലീഹ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പൗലോസ്ലീഹ എഫേസോസിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, വിശുദ്ധ പൗലോസ്ലീഹ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രോസും യോഹന്നാനുമാണ് വന്നു. അവൻ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. വീണ്ടും പൗലോസ്ലീഹ വചനം പ്രഘോഷിച്ചു. അതിനുശേഷം അവൻ കൈവച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. അപ്പോൾ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, ഈ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിന്റെ അഭിഷേകം ഓരോ വ്യക്തിയിലേക്കും വരും, നിറയും. അപ്പോൾ എന്ത് ചെയ്യും? ആ കർത്താവിന്റെ നാമം അവർ വിളിച്ചപേക്ഷിക്കും. അവരെല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരും. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ്. യേശുവിനുള്ള നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന രക്ഷ ആർക്കോടൊപ്പം കിട്ടാനുള്ളതാണ്? മറ്റുള്ള ജനതകൾ കൂടെ കിട്ടാനുള്ളതാണ്. നമ്മൾ മാത്രം രക്ഷ പ്രാപിച്ചാൽ അത് നിന്റെ സ്വാർത്ഥതയാണ്, അത് പാപമാണ്. നീ മാത്രം പോരാ കേട്ടോ. ഇതൊരു വലിയ ദൈവിക വെളിപ്പെടുത്തലാണ്. നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്ന് ഓർത്തുകൊണ്ടിരിക്കും. നല്ല ക്രിസ്ത്യാനുണ്ട്, മാമോദിസ, സൈഡ് ലെവൽ തികച്ചു കൊടുത്ത കുർബാനുണ്ട്, പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, നീ സ്വാർത്ഥനായി മാറിയിട്ടുണ്ടോ? ആത്മാവിന്റെ ഫലം നഷ്ടപ്പെട്ടവരാണോ? എങ്കിൽ ഓർക്കുക, നിനക്ക് ദൈവരാജ്യം പ്രസംഗിക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ ഓർക്കുക, നീ കിട്ടിയ രക്ഷയുടെ മേൽ സ്വാർത്ഥത കടന്നു വരിക. അത് പാപമാണെന്ന് ഓർക്കണം കേട്ടോ. ഇത്തിരി കടന്ന് സംസാരിച്ചു പോയതാണ്, പറ്റും തോന്നല്ലോ കേട്ടോ. നമ്മൾ കുറെ കിടന്ന് ആഴങ്ങളിലേക്ക് ഇറങ്ങിക്കേ.
നിങ്ങൾ ഇന്നും ഇങ്ങനെ വചനം കേൾക്കുന്ന നല്ല മനുഷ്യരല്ലേ, വിശുദ്ധരായിരിക്കുന്ന മക്കളാണ്. ഇവിടെ നമ്മൾക്ക് കുറച്ചുകൂടെ ആഴങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം. നമ്മുടെ പ്രിയപ്പെട്ട ദൈവങ്ങളെ ഓർക്കണം, ഞാൻ ദൈവരാജ്യം പ്രസംഗിക്കുന്നില്ല എങ്കിൽ അത് സ്വാർത്ഥതയാണ്. ദൈവരാജ്യം പ്രസംഗിക്കുന്നുവെങ്കിൽ നിന്റെ പാപങ്ങൾ സുന്ദരമാണ്. പ്രസംഗിക്കുന്നില്ല എങ്കിൽ നിനക്ക് കഷ്ടമെന്ന് കുറുദസ്കരത്തെ ലേഖനത്തോടെ പറയുക. വചനം പാപങ്ങൾ എത്രയോ സുന്ദരമാണ്, ഇല്ല എങ്കിൽ അത് കഷ്ടമാണ് എന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മളിൽ ഇത് ഉണ്ടാവണം. അല്ലാണ്ട് നമ്മള് സ്വാർത്ഥരാവരുത് കേട്ടോ. സ്വാർത്ഥരൊക്കെ നമുക്ക് നമ്മുടെ കഴിവനുസരിച്ച് മതിയല്ലേ. നമ്മുടെ കഴിവ് ഇപ്പൊ പ്രസംഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോ ഈ നമ്മളെ യൂട്യൂബിനകത്തൂടെ നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ പ്രസംഗിക്കണമെന്ന് മാത്രമല്ല അർത്ഥം. ദൈവരാജ്യത്തിന്റെ പ്രഘോഷണവും പ്രസംഗവും എന്ന് പറയുന്ന ആദ്യം എന്നിൽ തന്നെ സംഭവിച്ചു. അതിനുശേഷം എന്റെ കുടുംബത്തിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും എന്തായിട്ട് മാറ്റണം? ദൈവരാജ്യത്തിന്റെ പ്രഘോഷണമാക്കി മാറ്റണം. പിന്നെ അപ്പുറത്തേക്ക് ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് പോകട്ടെ. എങ്കിലും നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരു വ്യക്തിയോടെങ്കിലും, ഒരു ദിവസത്തിൽ ഒരു വ്യക്തിയോടെങ്കിലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനാണ് സാധിക്കും. അവൻ ആരോ ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അറബി ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഒന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ളൊരു തന്റെ നമുക്ക് വേണേ അല്ലേ? അപ്പോൾ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന ഏക നാമം അത് കർത്താവായ ഈശോയാ. ഈശോയുടെ നാമമാണ്. നമുക്കത് പറയാനായിട്ട് സാധിക്കണം. അത് ഏറ്റവും ശക്തമായിരിക്കുന്ന ഡെലിവറൻസ് വചനമാണ്. ആ വചനം മാത്രം മതി പറയാനായിട്ട്. ചെറുതായിട്ട് അതിന്റെ ഒരു ഗുണവും കൂടെ ഒക്കെ പറഞ്ഞാൽ മതി. നമ്മുടെ ജീവിതം ധന്യമാണ്, അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് ഒരു വചനമുണ്ട്. 6-ാം അധ്യായം 5-7 വചനം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിലെ 5 മുതൽ 7 വരെയുള്ള വചനത്തിനകത്ത് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വചനം. 5 മുതൽ 7 വരെയുള്ള വചനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്ന കാര്യം ഇതാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ ഞാൻ എന്റെ നയനങ്ങൾ ദർശിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കല്ലുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്റെ അധരങ്ങൾ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് പറയാണ്, കർത്താവ് അറിയിച്ചെന്ന് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അപ്പോൾ കർത്താവ് ശുശ്രൂഷയായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അധരങ്ങളും നിന്റെ ശരീരവും വിശുദ്ധീകരിക്കപ്പെടണം. എന്നിട്ടും നീ പോണ ശുശ്രൂഷയ്ക്ക്. അല്ല എങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തില് എന്തുണ്ടാകും? യൂദാസിന് സംഭവിച്ചത്. യൂദാസ് അശുദ്ധിയോടെ അപ്പം ഭക്ഷിച്ചപ്പോൾ അവർ പിശാച് കടന്നതുപോലെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പ്രാർത്ഥനയും വിശ്വാസവും വിശുദ്ധിയും ഇല്ലാതെ ഈ ശുശ്രൂഷയ്ക്ക് പോയി കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനമായതുകൊണ്ട് കേൾക്കുന്നവർക്ക് അനുഭവം ഗുണങ്ങളും കിട്ടും. എന്നിലേക്ക് ആര് കടന്നു വരും? ഇവന്റെ സ്വാധീനങ്ങൾ കടന്നു വരും. ഈ തിന്മയുടെ സ്വാധീനങ്ങള്
കടന്നു വരും. അവന് കടന്നു വരാൻ നല്ല വഴി തുറന്നു വെച്ചേക്കാണ് ഞാൻ ഈ പ്രസംഗങ്ങള് മുഴുവനും നടത്തുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് വചനം പങ്കുവെക്കുമ്പോൾ എന്റെ ഉള്ളിൽ വേറെ പല കാര്യങ്ങളും കാണും. ചിലപ്പോൾ ഞാൻ നുണ പറയുന്ന വ്യക്തിയാവാം, വ്യഭിചാരം ചെയ്യുന്ന വ്യക്തിയാവാം, ആരും അറിയാൻ ഒതുക്കത്തിൽ മദ്യം കഴിക്കുന്ന വ്യക്തിയാവാം. ഇങ്ങനെയൊക്കെ ഉള്ള ചില സ്വാധീനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് കർത്താവ് പ്രസംഗിക്കാൻ ഒരു ഗിഫ്റ്റ് നൽകിയിട്ടുണ്ട്. ആ ഗിഫ്റ്റ് വെച്ചുകൊണ്ട് ഞാൻ പ്രസംഗിക്കും. അത്ഭുതങ്ങള്, രോഗശാന്തികളൊക്കെ ചിലപ്പോൾ സംഭവിക്കും. പക്ഷേ അതിലൂടെ എനിക്ക് വരുന്ന ഒരു വലിയ ഭവിഷ്യത്തുണ്ട്. ചില അനർത്ഥങ്ങള് എന്നിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പല ശുശ്രൂഷകരും ശക്തമായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ തകർന്ന തരിപ്പണമായി പോയി. ആത്മഹത്യ ചെയ്തിരിക്കുന്ന ശുശ്രൂഷകരെ വരെയും എനിക്കറിയാം. എന്റെ കൂടെ തന്നെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരുന്നതാണ്. ആ മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്തു. കുറച്ചു കാലം മുമ്പ് തന്നെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം ശുശ്രൂഷകളൊക്കെ നിർത്തി. സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മേസ്തിരിപ്പണിയൊക്കെ ആയിട്ട് പോയി, അങ്ങനെ പണിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ചില പ്രതിസന്ധികളൊക്കെ ഈ മകനിലേക്ക് വന്നു. എന്നാലും വേറെ ചിലടത്തൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതിന്റെ ഫലമായി കുടുംബത്തെന്നും അരോഗ്യമാണ്, സമാധാനം എന്ന് പറയുന്നത് ഈ മനുഷ്യന് കിട്ടുന്നില്ല. അവസാനം പ്രിയപ്പെട്ടവരെ, ഈ മകൻ ആത്മഹത്യ എന്ന് പറയുന്ന ആ വലിയ വിപത്തിലേക്ക് ചെന്ന് പെട്ടുപോയി. ആർക്കും വീണ്ടെടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ ഇന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്നുള്ള ഒരു വലിയ സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് ഒരു എന്റെ ജീവിതം തന്നെ ഒരു ശുശ്രൂഷയായത് കൊണ്ട് എന്തുണ്ടാവണം? വിശുദ്ധി നമ്മളിൽ ഉണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മൾ 8-ാമത്തെ വചനം, അതിനുശേഷം കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക? ഞാൻ പോകാമെന്ന് പ്രവാചകൻ പറയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിന്റെ കൃപയുടെ ആത്മാവ് നമ്മൾ നിറയുമ്പോൾ എന്തുണ്ടാകും? റോമ 5:5 അല്ലെ? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടു കഴിഞ്ഞു. അപ്പൊ നമ്മളിത് ശുശ്രൂഷ എന്തായിട്ട് മാറണം? സ്നേഹത്തിന്റെ ശുശ്രൂഷയായിട്ട് മാറണം. ഒരു കുടുംബജീവിതം മക്കളെ ഒരു ശുശ്രൂഷയാണ്. ഭാര്യ ഭർത്താവും അവരൊന്നിച്ച് ആ കുടുംബത്തില് സ്നേഹത്തോടെ ജീവിച്ച്, സ്നേഹത്തോടെ മക്കൾക്ക് ജന്മം കൊടുത്ത്, സ്നേഹത്തോടെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച്, അവരെ സംരക്ഷിച്ച് വളർത്തി പോറ്റിക്കൊണ്ട് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊണ്ടുപോകുമ്പോൾ എനിക്കൊന്ന് ആനന്ദിക്കാൻ സാധിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ ഈ ഗൾഫിൽ അവിടെ ഇവിടെ യുഎയിലൊക്കെ പോയി കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്ന മക്കളാണ് അല്ലേ? ഈ ആനന്ദം നമുക്ക് കിട്ടുന്നുണ്ടോ? നമുക്ക് ആനന്ദിക്കാൻ സാധിക്കണം. അപ്പോൾ ഈ ആത്മാവിന്റെ നിറവ് നമ്മളിൽ ഉണ്ടാവണം. സ്നേഹത്തിന്റെ ആത്മാവിന്റെ നിറവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. അപ്പോ ഈ ആത്മാവ് നമ്മളിലേക്ക് ചൊരിയപ്പെട്ട് കിടക്കുന്നതാണ്, കൃപകൾ നമ്മളിലേക്ക് വരയപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ ശുശ്രൂഷ എന്തായിരിക്കണം? സ്നേഹത്തിന്റെ ശുശ്രൂഷയാണ്. സ്നേഹത്തോടെ നമുക്ക് ശുശ്രൂഷിക്കാൻ വരുന്ന മക്കൾ ആരൊക്കെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ബന്ധപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെ ആയിക്കോട്ടെ, അവരെയൊക്കെ ഒന്ന് സ്നേഹത്തോടെ കാണാനും ഒന്ന് മാറോട് ചേർക്കാനായിട്ട് നമുക്ക് സാധിക്കും. വേദനിക്കുന്നവരെ, പാപത്തിൽ കഴിയുന്നവരെ, രോഗികളെ, പീഡിതരെ ഒക്കെ അവർക്ക് വേണ്ടി കണ്ണീരോടെ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അവിടെ ദൈവത്തിന്റെ കൃപ നമുക്ക് സമർത്ഥമായിട്ട് ഒഴുകും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 16-ാമത്തെ വചനത്തിലൂടെ കർത്താവ് പറയാണ്, ആത്മാവ് കൊണ്ട് നിറഞ്ഞില്ല എങ്കിൽ ധാന്യം മാവിൽ നിന്ന് ആദ്യ ഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമാണെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. വേറെ പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ. അപ്പൊ നമ്മളില് ഈ സ്നേഹത്തോടെയും വിശുദ്ധിയും ഉണ്ടെങ്കിൽ നമ്മളുടെ പ്രവൃത്തികൾ മുഴുവനും അനുഗ്രഹമാണ്. ഞാനാകുന്ന ധാന്യം മാവ് ആദ്യഫലമായിരിക്കും, അത് വിശുദ്ധമാണെങ്കിൽ എലിലൂടെ ഉള്ളത് മുഴുവൻ വിശുദ്ധമായിട്ട് കടന്നു വരും.
എന്റെ മക്കൾ വിശുദ്ധമാകും, എന്റെ ജീവിത പങ്കാളി വിശുദ്ധമാകും, എന്റെ മാതാപിതാക്കൾ വിശുദ്ധമാകും. അപ്പൊ ഞാനാകുന്ന ധാന്യമാവ് ഓർക്കുക, ധാന്യമാവിൽ നിന്ന് ആദ്യഫലമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ്. അപ്പം നമ്മൾ സമർപ്പിക്കുന്നത് പരിശുദ്ധമാണ്, വിശുദ്ധി ഉണ്ടാവണം നമുക്ക്. അപ്പം നമ്മളിന്ന് പുറപ്പെടുന്ന വചനം പോലും വലുതായിട്ട് മാറും, അതിശക്തമായിരിക്കുന്ന അഭിഷേകത്തിന്റെ വചനമാകും. നിന്റെ ഒരു നോട്ടവും നിന്റെ ഒരു സ്പർശനവും നിന്റെ സംസാരവും അനേകർക്ക് കുളിർമ നൽകും. എന്തെന്നില്ലാത്ത ഒരു മാറ്റം, എന്തെന്നില്ലാത്ത ഒരു വിടുതല് ഇതിലൂടെ സംഭവിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവണം? ഒരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിറയപ്പെടുന്ന ഒരു വ്യക്തി എല്ലാ കാര്യത്തിനും വിധേയപ്പെടുകയും അനുസരിക്കുന്ന ഒരു വ്യക്തിയായി. അനുസരിക്കുക, അത് ശുശ്രൂഷകനായാലും കുടുംബജീവൻ നയിക്കുന്നതായി ഏത് ജോലിയുടെ മേഖലയിലാണെങ്കിലും എന്തൊരു അനുസരണം എന്ന് പറയുന്ന ഒരു എളിമപ്പെടൽ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഒരു വ്യക്തിയോട് എളിമപ്പെടുമ്പോഴാണ് അനുസരണം ഉണ്ടാകുമ്പോൾ നമുക്ക് എളിമപ്പെടാനായിട്ട് സാധിക്കും, വിധേയപ്പെടാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരായ ആ രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളെക്കാൾ എല്ലാ മേഖലയിലും കുറവുള്ള ഒരു വ്യക്തിയെ നമുക്ക് അവരെ സ്നേഹത്തോടെ ഒന്ന് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മൾ എന്താണ്? അനുസരണം പ്രാപിക്കുന്ന ഒരു വ്യക്തിയാവണം. അതുകൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റോമാക്കാർക്കെതിരെ 13:18 പരസ്പരം സ്നേഹിക്കുന്ന ഒഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടുണ്ടാവല്ലേ. പരസ്പരം സ്നേഹിക്കുന്ന ഒഴികെ മറ്റൊരു കടപ്പാട് നമുക്കൊരു വ്യക്തിയോട് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അനുസരിക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമ്മളോട് ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തി ഇത്തിരി പൈസയോ കടം മേടിച്ച് വായ്പയൊക്കെ മേടിച്ച ഒരു വ്യക്തിയാണെന്ന് കണക്ക് കൂട്ടുക. അപ്പോ അവൻ നമ്മുടെ ഇടയ്ക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് ഒരു അനുസരണം നമുക്ക് തോന്നത്തില്ല. കാരണം എന്താണ്? എനിക്കൊരു ആധികാരികതയാണ് വരുന്നത്. നമുക്ക് അനുസരണം ഉണ്ടാകുന്ന സ്നേഹം അവരുണ്ട്. എന്താണ്? അവനും ദൈവാത്മാവുള്ള മനുഷ്യനാണ്, ദൈവ ജന്മം കൊടുത്ത മനുഷ്യനാണ്. അവൻ എൻ്റെ സഹോദരനായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ റോമാക്കാർക്കെതിരെ ലേഖനത്തിൽ 13-1-2 വചനം, റോമ 13:1-2 കർത്താവ് പറയുന്നുണ്ട്, ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയമായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല, നിലനിൽക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത്. ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവിധി വരുത്തിവെക്കുന്നു. അപ്പൊ നമ്മൾക്ക് അനുസരണമില്ലാത്ത ഒരു വ്യക്തി ആവരുത്, അനുസരിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറണം. മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്ന മക്കളാവണം, അധികാരികൾക്ക് വിധേയപ്പെടുന്ന വ്യക്തികളാവണം. രാഷ്ട്ര നിയമം അനുസരിച്ചാണെങ്കിലും ആ ഉന്നതർക്ക് നമ്മൾ വിധേയപ്പെട്ട് ജീവിക്കേണ്ട വ്യക്തികളായിട്ട് മാറണം. വൈദികരെ, സന്യസ്തരെ, ഇവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ബഹുമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോയുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ഹെബ്രായർക്കെതിരെ ലേഖനം 5-8-8-9 ഹെബ്രായർ 5-8-8-9 പറയാണ്, പുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. ദൈവം തന്നെ, പിതാവായ ദൈവം പുത്രനായ ഈ ലോകത്തിലേക്ക് അയച്ചു അല്ലേ. പിതാവായ ദൈവം പുത്രനായി വീണ്ടും ജനിച്ചു, അതാണ് എന്റെ സത്യം. പിന്നീട് ഏതെങ്കിലും ഒരു കാലത്ത് വരുന്ന സമയത്ത് ക്രിസ്തുത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതേക്കുറിച്ച് മനസ്സിലാക്കി തരാം. അപ്പം ദൈവത്തിന്റെ മകനാണ്, ദൈവപുത്രനായിരുന്നിട്ടും തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായിട്ട് മാറി. അവൻ തന്നെ ദൈവപുത്രനായിട്ടും അവൻ എന്ത് ചെയ്തു? അനുസരണം അഭ്യസിച്ചുകൊണ്ട് പരിപൂർണനാക്കപ്പെട്ടത് വഴി. അപ്പോൾ അനുസരണത്തിലൂടെ അവൻ പരിപൂർണമാക്കപ്പെട്ടു. അതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായിട്ട് മാറി.
അപ്പോൾ പിതാവായ ദൈവത്തിന് പൂർണ്ണമായിട്ട് കീഴ്വഴങ്ങുകയും അനുസരിക്കുകയും ചെയ്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മാനവരാശിക്ക് മുഴുവനും ആ രക്ഷ നേടിക്കൊടുക്കാനും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് തന്റെ പുത്രനെ നിറയാൻ സാധിച്ചത്. നമുക്കിത് ഉണ്ടാവണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് സിജോ ബ്രദറെ, എത്ര മണി വരെയാണ് നമ്മുടെ സമയം? 10:30 വരെ. ഓക്കെ, താങ്ക് യു. അപ്പോ ഈ അനുസരണം പുത്രൻ തന്റെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കും. പിതാവിന്റെ പദ്ധതിക്ക് അവൻ പരിപൂർണമായിട്ട് വിധേയപ്പെട്ടു. എങ്കിലും അവന്റെ ആ മാനുഷികത ഒരിക്കൽ പ്രകടമാക്കുന്നുണ്ട്. ഗത്സമേനിൽ ഈശോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ രക്തം പെയ്യത്ത് അസഹ്യമായിരിക്കുന്ന വേദന അനുഭവിക്കുക. ഈ വേദന അനുഭവിച്ചുകൊണ്ട് അപ്പസ്തോലന്മാരുടെ അടുക്കലേക്ക് പത്രോസും യാക്കോബും യോഹന്നാനും ത്രിമൂർത്തികളെ കുറച്ച് മുമ്പിൽ കയറ്റി നിർത്തിയിട്ടുണ്ട്. ബാക്കി 7 എണ്ണം താഴെയാ, കുറച്ച് താഴെയാ. എന്നിട്ട് ഇവരുടെ അടുക്കലേക്ക് വരുന്നുണ്ട്. പത്രോസിന്റെ യാക്കോബിന്റെ യോഹന്നാന്റെ അടുത്തേക്ക് വരുമ്പോഴും അവര് കിടന്ന് ഉറങ്ങുകയാ. അവനൊരു ആശ്വാസം നൽകാനായിട്ട്, ഒരു ബലം കൊടുക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല. നിങ്ങൾ ഉറങ്ങണമെന്നൊക്കെ ചോദിച്ച് ഈ കർത്താവ് തിരിച്ചു ചെന്ന് കഴിഞ്ഞിട്ട് പിതാവിനോട് പറയുന്നുണ്ട്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റി തരാമോ? എന്നിട്ട് ആ കൂടെ അവൻ പറയാണ്, ഈശോ പറയുന്നൊരു കാര്യമാണ്, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ഈശോ പറയുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ അവിടുത്തെ ഇഷ്ടം നിറവേറ്റാനാണ് വന്നിരിക്കുന്നത്. ഞാൻ സ്വമേധയെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഞാൻ പ്രവർത്തിക്കുന്നത് മുഴുവനും ആരുടെയാണ്? അപ്പന്റെ കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അപ്പനാണ് എന്നോട് പ്രവർത്തിക്കുന്നത്. ഞാൻ എന്നെ വിട്ടുകൊടുത്തിട്ടേ ഉള്ളൂ. അപ്പന് പ്രവർത്തിക്കാനായിട്ട് ഞാൻ എന്നെ വിട്ടുകൊടുത്തതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കീഴ്വഴങ്ങുന്ന കർത്താവായ ഈശോയെ നമ്മളവിടെ കാണുക. നമ്മളൊക്കെയാണ് എട്ടറിഞ്ഞ് സ്ഥലപ്പെട്ട് പോകത്തേ ഉള്ളൂ. അപ്പോ പുത്രനായിട്ടും അവനതിന് കീഴ്പ്പെടുന്ന പുത്രനെ നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഹെബ്രായർക്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം 8-9 വചനത്തിൽ പറയുന്നുണ്ട്, പുത്രനായിരുന്നിട്ട് തന്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ച് പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി മാറുക അതുകൊണ്ടാണ്. അല്ലെ, നമ്മളൊന്നും ഈ രക്ഷയിലേക്ക് കടന്നു വരത്തില്ല. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അനുസരണപ്പെടുകയും വിധേയപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ആർക്ക് സമാനമായിട്ട് മാറി? പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന് സമാനമായിട്ട് മാറി. എന്നിട്ട് പറയുന്നില്ലേ, അവൻ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തന്നെ എന്തായിട്ട് മാറും? നിത്യരക്ഷയുടെ ഉറവിടയായിട്ട് മാറും. നിത്യരക്ഷ നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. നാം നിത്യരക്ഷയിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 32:24, പ്രഭാഷകൻ 32:24 പറയുന്നുണ്ട്, നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു, കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു, കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയില്ല. നിന്റെ ജീവിതത്തിൽ നഷ്ടം വരികയില്ല. അപ്പോൾ കൽപ്പനകൾക്ക് വിധേയമാകുക, അനുസരിക്കുക. 10 പ്രമാണങ്ങൾ നൽകിയിട്ടുണ്ട്, തിരുസഭയുടെ കൽപ്പനകൾ നൽകിയിട്ടുണ്ട്, അപ്പസ്തോലിക പ്രബോധനങ്ങൾ കാലാകാലങ്ങൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അതിന് വിധേയപ്പെടുക, അനുസരിക്കുക. അപ്പോൾ നിനക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു നഷ്ടവും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നിനക്കുള്ളതൊക്കെ അനുഗ്രഹമായിട്ട് മാറും. അവയുടെ മേൽ നിന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപയുടെ അഭിഷേകം കടന്നു വരും. അത് അനുഗ്രഹത്തിന്റെ നിറവുള്ളതായിട്ട് മാറും. ഉൽപ്പത്തി 1:2 ദൈവത്തിന്റെ ചൈതന്യം ചരിച്ചതുപോലെ അവയുടെ മേൽ ദൈവാത്മാവ് ചരിച്ചുകൊണ്ട് അത് ഫലഭൂഷ്ടിയുള്ളതായിട്ട് മാറും. അതാ വചനത്തോട് നമുക്ക് കർത്താവ് തരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8:51 കർത്താവ് പറയുന്നുണ്ട്. യോഹന്നാൻ 8:51 കർത്താവ് പറയാണ്, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും എന്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇതാണ് അനുസരണമാണ്. ദൈവം നൽകിയിരിക്കുന്ന വചനം, ഈ വിശുദ്ധ ഗ്രന്ഥം, അതിനെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി അനുസരിച്ചുകൊണ്ട് അതിനെ
വായിച്ച് പഠിച്ച നിന്റെ ഹൃദയത്തില് നീ സ്വരൂപിക്കുന്നുവെങ്കില് ഇതേ കർത്താവ് പറയാണ്, നീ ഒരിക്കലും മരിക്കില്ലടാ മോനെ, നീ മരിക്കില്ല. ഏത് മരണമാണ്? നാശത്തിന്റെ മരണം നിനക്കുണ്ടാവില്ല. നാശത്തിന്റെ മരണം നിനക്കുണ്ടാവില്ല. നീ നിത്യരക്ഷയിലേക്ക് കടന്നു പോകും. അതുകൊണ്ടാണ് ഈ ഒരു കൃപയിലാണ് നീ വളരുന്നത് എങ്കിൽ, ഈ ഒരു കൃപയിലാണ് ദൈവമക്കളെ നാം ഓരോരുത്തരും വളരുന്നത് എങ്കിൽ, കർത്താവ് ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 26-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വചനത്തിലൂടെ നമ്മൾ പ്രാപിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. കർത്താവ് പറഞ്ഞ് നിനക്ക് ഒന്നും നഷ്ടം വരികയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണെന്ന് ഓർക്കണം. അവിടെ 26-ാം അധ്യായത്തില് 11 മുതൽ 3 മുതൽ 6 വരെയുള്ള വചനം, 3 മുതൽ 6 വരെയുള്ള വചനത്തിൽ കർത്താവ് പറയാണ്, നിങ്ങൾ എന്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, നിങ്ങൾ എന്റെ നിയമങ്ങൾ അനുസരിക്കുക, കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. നിങ്ങളുടെ കച്ചമെതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും, നിങ്ങളുടെ കച്ചമെതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്ത് സുരക്ഷിതമായി വസിക്കും. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ സ്വൈര്യമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. നിങ്ങളുടെ ദേശത്ത് കൂടെ വാള് കടന്നു പോവുകയില്ല. അനുസരിച്ച് വചനം പാലിച്ച് ജീവിക്കുന്നവരുടെ മേല് കർത്താവ് നൽകുന്ന അനുഗ്രഹമാണ്. മുമ്പ് നമ്മൾ കണ്ടു, നിന്നെ കർത്താവ് എന്ത് ചെയ്യുന്ന, ഒരു നഷ്ടവും നിനക്ക് വരുത്തുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് പറയാണ്, ഈ അനുഗ്രഹങ്ങളൊക്കെ നിനക്ക് നൽകും. അപ്പോ ഈ ആത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപയാണ് അനുഗ്രഹത്തിന്റെ കൃപ. ഇതനുസരിച്ച് ജീവിച്ചാല്, അതുകൊണ്ടാണ് ലേവ്യരുടെ പുസ്തകം 26-ന്റെ 11 മുതൽ 13 വരെയുള്ള വചനം, 11 മുതൽ 13 വരെയുള്ള വചനത്തിലുള്ള കർത്താവ് വീണ്ടും പറയുന്നുണ്ട്, ഞാൻ എന്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ എന്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ദൈവം നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരുമെന്ന് കുറച്ച് ദിവസം നേരത്തെ പറയുന്നുണ്ട് അല്ലേ, നിന്റെ ശരീരം ദൈവത്തിന്റെ ആലയം, ഈ ആലയമാകുന്ന നിന്നിൽ, നീ ആകുന്ന കൂടാരത്തിൽ ആര് വസിക്കും? ദൈവം വന്ന് വസിക്കും, നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, നിങ്ങൾ എന്റെ ജനമാണ്, ഞാൻ നിന്റെ ദൈവമാണ്. എന്ന് പറയാണ്, നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തീരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു കളയും. നിങ്ങളുടെ ഇടയിൽ വസിക്കും, നിങ്ങളായിരിക്കും ദൈവമാണ്. നീ നിവർന്ന് നിൽക്കാൻ ലോകത്തിന്റെ അരൂപിയുടെ കെട്ടുകള് ആരഴിച്ചു കളയും? കർത്താവ് അഴിച്ചു കളയും. ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ്. ഇത് കർത്താവ് നൽകുന്ന വാഗ്ദാനമാണ്. കെട്ടുകൾ അവിടുന്ന് പൊട്ടിക്കും, പ്രതിസന്ധികൾ എടുത്തു മാറ്റിയിരിക്കും. വചനത്തിന് മാറ്റമല്ല. അതുകൊണ്ടാണ് സങ്കീർത്തനം 37-ന്റെ 4 മുതൽ 6 വരെയുള്ള വചനം. സങ്കീർത്തനം 37 4 മുതൽ 6 വരെയുള്ള വചനം. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും.
നിന്റെ ജീവിതം കർത്താവിനെ ഫലമേൽപ്പിക്കുക, കർത്താവിന്റെ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുത്തെ പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും. മധ്യാഹ്നം പോലെ നിന്റെ നിന്റെ ആകാശവും നിന്റെ അവകാശവും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും ആയിത്തീരും. അപ്പോ നമ്മള് ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തി ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നീ ദൈവത്തിലാണ് ജീവിക്കുന്നത്. അപ്പൊ നീ ആരുള്ള കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചിരിക്കുന്ന വ്യക്തിയാ. ആത്മാവിന്റെ നിറവ് നിന്നിലുണ്ട്. അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുത്തെ പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും. മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. അനുഗ്രഹം കൊണ്ട് കർത്താവ് നിറയ്ക്കും. അവകാശമായി ഇതെല്ലാം നമുക്ക് നൽകും. പ്രഭാഷണങ്ങളിലൂടെ കർത്താവ് വീണ്ടും പറയുന്നുണ്ട് 34:19-20. പ്രഭാഷണം 34:19-20 വചനം. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവനെ എന്ത് ചെയ്യും? അവിടുന്ന് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പും താങ്ങും, ചുടുകാറ്റിൽ അഭയ കേന്ദ്രവും, പൊരിവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഈ ആത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വ്യക്തിയിലേക്ക് ഇതൊക്കെ വരുന്നത്, ഈ കൃപകൾ കർത്താവ് വർഷിക്കുന്നത്. നമുക്കൊന്നിനും ഒരു കുറവും കടന്ന് വരുത്തുകയില്ല എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്ത് പറയുന്ന കാര്യം. സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിലെ 121-1 മുതൽ 8 വരെയുള്ള വചനം. സങ്കീർത്തനം 121 1 മുതൽ 8 വരെയുള്ള വചനങ്ങൾ പറയാണ്: പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എന്റെ കാൽ വഴുതാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്തു ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ഇത്രമാത്രം വലിയ അനുഗ്രഹം ദൈവം നമുക്ക് നൽകിയിരിക്കുക. അപ്പോൾ നമ്മള് ദൈവത്തിന്റെ ആത്മാവിൽ നിറഞ്ഞാണ് ജീവിക്കുന്നത് എങ്കിൽ, ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ, ഈ കണ്ടെത്തിയ മേഖലകളിലൂടെയുള്ള കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അപ്പൊ നീ എന്താവണം? നീ ഒരു ശുശ്രൂഷകനാവണം, ശുശ്രൂഷ ചെയ്യുന്നവനാവണം. അവൻ ചെയ്യുന്ന എങ്ങനെയായിരിക്കണം? ആത്മാവിൽ വലിയ നിറവുണ്ടാവണം, വലിയൊരു അഭിഷേകം ഉണ്ടാവണം. അപ്പോൾ നിനക്ക് ഇതെല്ലാം അനുഗ്രഹമായിട്ട് കർത്താവ് നൽകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് അല്പനിമിഷം ശക്തമായിട്ട് നമുക്ക് ആരാധിക്കുക. ദൈവത്തെ നമ്മൾ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തണം. എല്ലാവരും ആ മ്യൂട്ടൊക്കെ ഒന്ന് മാറ്റിക്കൊള്ളുക. നമുക്ക് നന്നായിട്ട് അല്പനേരം സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങണം. കേട്ട വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ ആത്മാവിന്റെ ഉന്നതമായിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി, വലിയ വിടുതലിന്റെ അഭിഷേകത്തിന്റെ ശക്തി, വലിയ സൗഖ്യത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി, വചനത്തിന്റെ ആത്മാവ് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്ന പെരുമഴ പോലെ ഒഴുകുന്ന അഭിഷേകത്തിന്റെ ശക്തി നമ്മളിലേക്ക് ഈ നിമിഷങ്ങളിൽ നിറയണം. കർത്താവ് നീ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി.
നീ എന്തായിരിക്കണമെന്ന് ബോധ്യപ്പെടുത്തി. നീ അതിലൂടെ കർത്താവ് നിന്റെ മേലെ എന്തൊക്കെയാണ് നൽകപ്പെടുന്നത് എന്നുള്ള ബോധ്യവും നമുക്ക് നൽകി. ഈ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു നിമിഷം ഇന്നും ജീവിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ ദൈവം. അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. കർത്താവ് ഇന്നും വെളിപ്പെടുത്തും. അല്ലെ, ഈശോ തന്നെ പറയുന്നുണ്ട്, എന്റെ നാമത്തിൽ 2 അതിൽ കൂടുതൽ ആൾക്കാർ കൂടുന്നവരുടെ മധ്യേ മക്കളെ ഞാൻ ഉണ്ടെന്നേ. സങ്കീർത്തനം പറയാണ്, അവിടുത്തെ വിളിച്ചപ്പോഴത്തെ ഇടയിലേക്ക് അവിടുന്ന് ഇറങ്ങി വരും. സുശേഷൻ പറഞ്ഞു, അധ്വാനിക്കുന്ന ഒരു ഭാര ചുമതലാക്കി നിങ്ങൾ എന്റെ അടുക്കൽ വാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. സങ്കീർത്തനം വേണ്ടി പറയാം, നിന്റെ ഭാരം നീ എന്നെ ഏൽപ്പിച്ചേ, ഞാനത് താങ്ങിക്കോളാം. ഇതെല്ലാം ഏറ്റെടുക്കുന്ന കർത്താവ്, ഇന്ന് ജീവിക്കുന്ന കർത്താവ് നമ്മോടൊപ്പമുണ്ട്. ആ ദൈവത്തെ, പ്രിയപ്പെട്ട ദൈവക്കളെ, ഒരു നിമിഷം നമുക്ക് ശക്തമായിട്ട് അല്പനിമിഷം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അവിടുത്തെ വലിയ ശക്തിയും അവിടുത്തെ വലിയ കൃപയും ഈ നിമിഷം നമ്മുടെ മേലെ ഒഴുകി ഇറങ്ങണം. വലിയ വിടുതലുകൾ ഉണ്ടാവണം. വചനത്തിന്റെ ശക്തി കവിഞ്ഞൊഴുകണം. സൗഖ്യങ്ങൾ ഉണ്ടാവണം. തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടകന്നു പോകണം. നമ്മളിൽ സമൂലമായിരിക്കുന്ന ഒരു മാനസാന്തരവും മാറ്റവും ഈ നിമിഷങ്ങളിൽ ഉണ്ടാവണം. അതിനുവേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് സർവശക്തിയോടുകൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ഹല്ലേലൂയ, 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 അഭിഷേകത്തിന് ശക്തി നിറയട്ടെ. പൈശാചിക പീഡകൾ വിട്ടകന്നു പോകട്ടെ. പൈശാചിക പീഡകൾ വിട്ടകന്നു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രോഗ പീഡകൾ വിട്ടകന്നു പോകട്ടെ. ആഭിചാര കെട്ടുകൾ അഴിയട്ടെ. ആഭിചാര കെട്ടുകൾ അഴിയട്ടെ. ബന്ധന കെട്ടുകൾ അഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചിന്തിച്ച് പ്രാർത്ഥിച്ചോളുക. പ്രാർത്ഥിച്ചോളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അറബിയാണ്, 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 അറബിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അറബിയാണ്, 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 അറബിയാണ്. ആലാബ, ഹാലാബ, 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 ഹാലാബ. അറബി, 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 അറബിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റബിയാന, 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 റബിയാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മള് സൗഖ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴേ ഈ ഗ്രൂപ്പില് സന്ധിബന്ധങ്ങളിൽ വേദന, നടുവിന്, കാലിന്റെ മുട്ടിന്, പെടലിക്ക്, അതോടൊപ്പം തന്നെ ഒരത്തിന്, കൈയുടെ മുട്ടിന്, ഇങ്ങനെ വേദനയുള്ളവര് എത്ര പേരുണ്ട് ഒന്ന് പറയാവോ? ഉള്ളവര് ഒന്നുകൂടി പറഞ്ഞേ. അതായത് സന്ധിബന്ധങ്ങളിൽ വേദന, കൈയുടെ ഉരത്തിന്, പെടലിക്ക്, കാലിന്റെ മുട്ടിന്, നടുവിന്, പിന്നെ കാലിന്റെ പാദങ്ങളില്, ഇങ്ങനെ സന്ധിബന്ധങ്ങളിൽ വേദന. അതിനകത്ത് കർത്താവ് പറയുന്നുണ്ട്, ഏതോ ഒരു വ്യക്തിക്ക് അവിടെ കുറച്ച് നീർക്കെട്ട് പോലെ ഉണ്ടാകുന്ന ഒരു വ്യക്തിയും കൂടെ ഉണ്ട്, നീര് വെക്കുന്ന ഒരു വ്യക്തിയും കൂടെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ആ വ്യക്തികള് ഓക്കെ. നമുക്കൊരു നിമിഷം പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയുള്ളവർ കരം ഉയർത്തിപ്പിടിച്ചോളുക. വിശ്വസിക്കുക, എന്നെ കർത്താവ് തൊടാൻ പോവുകയാണ് എന്ന് വിശ്വസിച്ചു. രക്തസ്രാവക്കാരി വിശ്വാസത്തോടെ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ സ്പർശിച്ചപ്പോൾ അവന്റെ ശക്തി പുറപ്പെട്ടു. അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. കർത്താവേ, ഇതാ ഈ മക്കള്
പെടലിക്ക് വേദന, കൈയുടെ ഉരത്തിന് വേദന, കൈയുടെ മുട്ടിന് വേദന, അതോടൊപ്പം നടുവിന് വേദന, കാലിന്റെ മുട്ടിന് വേദന. കർത്താവ് ഇങ്ങനെ സന്ധി ബന്ധങ്ങളിൽ വേദന അനുഭവിക്കുന്ന മക്കൾ കർത്താവ് ഈ ഗ്രൂപ്പിലുണ്ട്. ഈശോയെ, നീ അവരെ കാണുന്നുണ്ടല്ലോ. ഈശോയെ, കാലങ്ങളായി ഈ മക്കളെ രോഗപീഠയെ ബന്ധിച്ച് ഈ മക്കളുടെ ശരീരത്തിന്റെ മേല് അവകാശം സ്ഥാപിച്ച് ഈ മക്കളെ വേദനയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന തിന്മയുടെ രോഗത്തിന്റെ ദുരാത്മാവിനെ യേശുക്രിസ്തുവിന്റെ നാമത്തില് ഈ നിമിഷങ്ങളിൽ കൽപ്പിക്കുകയാണ്. ജീവിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. ഈ നിമിഷം ഈ മക്കളിൽ നിന്ന് നീ വിട്ട് പുറത്തു വരിക. മത്തായി 18:18, ഏശയ്യ 22:22, വെളിപാട് 12:11, കൊളോസ്യർ 2:14-15 ബന്ധിച്ച് ബഹിഷ്കരിച്ച് യേശുവിന്റെ കുരിശിൻ ചോട്ടിൽ ബന്ധിക്കുന്നു. ഇനിമേൽ നിനക്ക് ഈ മക്കളുടെ മേൽ അവകാശമില്ല. ഈ മക്കളുടെ രോഗപീഠകൾ ഈ നിമിഷം വിട്ടുവന്ന് പോവുകയാണ്. കർത്താവ് വരെ തൊട്ട് സൗഖ്യപ്പെടുത്താൻ പോവുക. ഈശോ വരെ തൊട്ട് സൗഖ്യപ്പെടുത്താൻ പോവുകയാണ്. ഈശോയെ, നിന്റെ സ്നേഹവും നിന്റെ കാരുണ്യവും നിന്റെ കൃപയും ഈ മക്കളുടെ മേല് ഒഴുകി ഇറങ്ങട്ടെ. മർക്കോസ് 16:17-18, വിശ്വസികളുടെ അടയാളങ്ങളുടെ അവരുടെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അവർ രോഗിയുടെ മേൽ കൈകൾ വെച്ച് സൗഖ്യപ്പെടാം. ഈ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ലൂക്കാമാർ 18:19, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധന് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യം കർത്താവിന് സ്വീകാര്യമായിരിക്കുന്ന മനുഷ്യരെ പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്ന വചനത്തിന്റെ ശക്തി കടന്നു വരട്ടെ. മരിച്ച ലാസറിനെ ഉയർപ്പിച്ചവന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ, ബാലുമിൽ എഗേനോ പുറത്താക്കിയ അഭിഷേകത്തിന്റെ ശക്തിയാൽ, മരുന്നോ ലേപനമോ ഔഷധമല്ല, വചനമാണ് നിന്നെ സൗഖ്യപ്പെടുത്തുന്നത്. അവിടുന്ന് വചനമായിട്ടൊരു സൗകര്യത്തിനകത്ത് വിട്ടുപിച്ച വചനത്തിന്റെ ശക്തിയാൽ, അപ്പസ്തോല പ്രവർത്തനം 4:30, അവിടുത്തെ പരിശുദ്ധ ദാസനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ നിമിഷം ഈ മക്കളുടെ മേൽ സംഭവിക്കട്ടെ. റബിയാന 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 റബിയാന. ഹല്ലേലൂയ. കരമുയർത്തി പിടിച്ചുകൊണ്ട് ശരീരഭാഗങ്ങളോ കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എഴുതിട്ട് നിന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച ഈ നിമിഷം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചോളൂ. രോഗികൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചോളൂ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സൗഖ്യം വ്യാപരിക്കുന്നു, സൗഖ്യം വ്യാപരിക്കുന്നു. യേശു നാമത്തിൽ ശക്തിയാണ് വേദന ഉണ്ടായിരുന്നവര് നടുവിനുള്ളവരൊന്ന് കുനിഞ്ഞു നോക്കുക. മുട്ടിന് വേദന ഉള്ളവരൊക്കെ ചെറുതായിട്ടൊന്ന് മുട്ട മടക്കി നോക്കുക. ഓരോരുത്തര് വേദനയുള്ളവർ കരം ഉയർത്തുന്ന വീശിയൊക്കെ ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ റബിയാന 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 റബിയാന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സൗഖ്യത്തിന്റെ കൃപകെത്തിയ ആർക്കെങ്കിലും ഉറക്കെ പറഞ്ഞ കേക്കത്തില്ലല്ലോ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കേൾക്കാമോ? അവര് അനുഭവം ഉണ്ട്, പക്ഷെ അവര് പിന്നീട് പറയും. പിന്നെ ഒരാള് 1-2 ആൾക്കാര് ഇത് പറഞ്ഞിട്ടില്ല. ഈ ഇപ്പൊ പറഞ്ഞ അസുഖമുള്ള നീർക്കെട്ടുള്ള 1-2 ആൾക്കാരുണ്ട്. അവര് ഉണ്ടായിരുന്നു ഇത്ര നേരം, ഇപ്പൊ അവര് കട്ട് ചെയ്ത് പോയി.
ഓക്കെ ഓക്കെ ഓക്കെ. ഉം. അപ്പോൾ ബ്രദറെ അത് സ്ഥിരീകരിച്ചാൽ മാത്രം മതി കേട്ടോ. ഓക്കെ, ദൈവത്തിന് നന്ദി ഹല്ലേലൂയ. പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സമയം 10:30 ഒക്കെ വൈൻഡപ്പ് ചെയ്യാം. അമ്മേ മാതാവേ, നമ്മുടെ അടുത്തേക്ക് മക്കളെ എല്ലാം സംബന്ധിച്ചോട് പ്രാർത്ഥിക്കുന്നു. അമ്മേ, നിന്റെ ദാസനിലൂടെ നീ ചൊരിഞ്ഞു കൊടുത്ത കൃപയോർത്ത് നന്ദി പറയാണ്. ഈശോയുടെ വലിയ സാന്നിധ്യവും അനുഭവം കൊണ്ട് രണ്ട് മക്കളെ നിർത്തിയോർത്ത് നന്ദി പറയുന്നു. ദൈവമേ, നിന്റെ കാരുണ്യ കൃപയും മക്കളുടെ സമർത്ഥമായിട്ട് ഒഴുകട്ടെ. ദൈവം മക്കളെ നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ബ്രദറെ പറഞ്ഞു കൈകാര്യം ചെയ്തോളുക. ഓക്കെ, താങ്ക് യു. നമുക്ക് എല്ലാവർക്കും ബ്രദറിന്റെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ